കാണാനായിട്ട് അടിപൊളിയാണ്, ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. പേപ്പറും എടുക്കാം, ഐവറി ഷീറ്റും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന കല്യാണക്കുറിയാണ്. പിന്നെ ഒരു ക്രേ പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ഒരു തുലിപ്പിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് വെട്ടിയെടുക്കണം. ക്രേ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും കളർ പേപ്പർ എടുത്താലും മതി. അങ്ങനെ ഒരു 5-6 ഫ്ലവേഴ്സ് വരച്ചിട്ട് നമ്മളൊന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് ഓരോ പെറ്റൽസും എടുത്ത് അതിൻ്റെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പെറ്റൽസും നമ്മൾ മടക്കി കൊടുക്കണം. ഇനി അങ്ങോട്ട് ഫുൾ എളുപ്പപ്പണിയാണ് ഗൈസ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പെറ്റൽ എടുക്കുക, അതിനകത്ത് വേണ്ടി പശ തേക്കുക, അടുത്ത പെറ്റൽ വെക്കുക, ഒട്ടിക്കുക, പിന്നെയും പശ തേക്കുക, അടുത്ത പെറ്റൽ വെക്കുക, ഒട്ടിക്കുക. ഇത് തന്നെ നമ്മളൊരു 5-6 ഫ്ലവേഴ്സ് നമ്മൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ ഈ ക്രാഫ്റ്റിനകത്ത്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ട് ആർക്ക് വേണേലും ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കി ഫ്ലവേഴ്സ് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പേപ്പറിനകത്തോട്ട് ഓരോ ഫ്ലവേഴ്സ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പച്ച കളറിലെ മാർക്കർ എടുത്തിട്ട് തണ്ടും ഇലയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇതിൻ്റെ ഇലയും തണ്ടൊക്കെ വരച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ ലുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് മാറും. ചെയ്തെടുക്കാൻ നല്ല സിമ്പിളുമാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുമാണ്. അതാണ് ഈ ക്രാഫ്റ്റിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ടാണ് ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ട് ഇതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് ഒരു ബോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ പിങ്ക് ബോ കൂടി വന്നപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചെയ്തു വെക്കാൻ മറക്കരുത്. വാൾ ഡെക്കറായിട്ടും ഡെസ്ക് ഡെക്കറായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ട് തന്നെ എന്തായാലും ചെയ്തു വെക്കാൻ മറക്കണ്ട.